എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് ഒരുപാട് മെസ്സേജൊക്കെ കിട്ടാറുണ്ട് എൻ്റെ പ്രഗ്നൻസി വിശേഷമൊക്കെ ചോദിച്ചിട്ട്. എല്ലാവരോടും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പം 31 ആഴ്ചയായി. എങ്ങനെയും തട്ടിയും മുട്ടി 1 മാസം കൂടി വർക്ക് ചെയ്തിട്ട് പിന്നെ മെറ്റേണിറ്റി ലീവ് എടുക്കാനാണ് പ്ലാൻ. ഞാൻ ഈ കാറിൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോ എടുത്തെടുത്ത് ഞാനൊരു ഫീമെയിൽ സീക്രട്ട് ഏജൻ്റായി മാറുമോയെന്നാണ്. നോക്കാം. അപ്പോൾ ഇന്ന് ഞാനും മാക്സിനും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് 2 ലക്ഷ്യത്തോടു കൂടിയാണ്. ഫസ്റ്റ് വൺ, എൻ്റെ മിഡ് വൈഫ് ബേബി വരുന്നതിന് മുമ്പ് മേടിക്കേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രാം. അങ്ങനെ ബേബിക്ക് വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു സിംഗത്തിൻ്റെ മടയിലായിരുന്നു. പിള്ളേരെ കൊണ്ട് ഒരു കാരണവശാലും വരാൻ കൊള്ളാത്തൊരിടം. എന്തോരം വെറൈറ്റി കളിപ്പാട്ടങ്ങളാന്നാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കീശ കാര്യമാവും എന്നുള്ളത് ഉറപ്പാ. Oh my god, Maxine. എന്താണ് ഇത്? ടോയ്സിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് കണ്ടിട്ട് ഞാൻ വരെ ഞെട്ടിത്തെറിച്ചു പോയി. അപ്പം പിന്നെ പിള്ളേരുടെ കാര്യം പറയാനില്ലല്ലോ. ഞാനും മാക്സിനും ഇതിനു മുമ്പ് അങ്ങനെ ടോയ്സ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ. നീ ഫ്രണ്ട്സിൻ്റെ പിള്ളേരുടെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ തന്നെ ഞങ്ങൾ എപ്പോഴും ഡ്രസ്സാണ് പ്രിഫർ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ടോയ്സിനെ കുറിച്ച് വലിയ ധാരണ 2 പേർക്കും ഇല്ല. ഇവിടെ ഇങ്ങനെ വായും പൊളിച്ച് നടന്ന് വന്ന കാര്യം മറന്നുപോയി. വന്നത് എന്തിനായിരുന്നു? പ്രാം എടുക്കാൻ. പിന്നെ ഞങ്ങൾ പ്രാം സെക്ഷനിൽ പോയി. ഇവിടെയും എന്തൊക്കെയൊക്കെയോ ഉണ്ട്, നമ്മളൊന്നും കാണാത്ത സാധനങ്ങൾ. സോറി ഞാൻ കാണാത്ത സാധനങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ ഈ ഭാഗത്തേക്കൊന്നും ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഞാനും മാക്സിനും തമ്മിലുള്ളൊരു അഭിപ്രായ വ്യത്യാസം അത് നിർബന്ധമാണ്. അതിനൊരു മുടക്കം വന്നില്ല. പക്ഷെ അവൻ്റെ കൺവിൻസിങ് സ്കിൽ ഉണ്ടല്ലോ, സുരേഷ് കൃഷ്ണ വരെ മാറി വെക്കും. അതുകൊണ്ട് അവസാനം ഞങ്ങളൊരു ഡിസിഷനിലെത്തി. അങ്ങനെ അവിടെ നിന്നിറങ്ങി ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു. എൻ്റെ അടുത്ത ലക്ഷ്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്താണെന്നോ? ഞാൻ എൻ്റെ ഡെലിവറി നടക്കാൻ പോകുന്ന ഹോസ്പിറ്റല് ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞെട്ടിയോ? ഞെട്ടിയില്ലെങ്കിൽ വേണ്ട, ഞെട്ടണ്ട. എൻ്റെ വീടിൻ്റെ അടുത്ത് 2 ഹോസ്പിറ്റലുണ്ട്. സോ എൻ്റെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത് മറ്റേ ഹോസ്പിറ്റലിലാണ്. സോ ഡെലിവറി നടക്കാൻ പോകുന്ന ഹോസ്പിറ്റല് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യം പെട്ടെന്ന് അവിടെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എവിടെ കാറ് പാർക്ക് ചെയ്യണം എന്നറിയത്തില്ല, എവിടെയാണ് മെറ്റേണിറ്റി വാർഡെന്ന് അറിയത്തില്ല. പുതിയ സ്ഥലമാകുമ്പോൾ ആരായാലും എന്തായാലും ഒന്ന് തപ്പും. പിന്നെ ഇതേപോലത്തെ വലിയ ഹോസ്പിറ്റലും. ഇതിൽ മെറ്റേണിറ്റി വാർഡ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് വരുന്നതിന് മുമ്പ് ഞാൻ പ്രസവിക്കും. ഫൈനലി ഞങ്ങൾ അങ്ങനെ മെറ്റേണിറ്റി ബ്ലോക്ക് കണ്ടുപിടിച്ചു. ഒരു 2 നില ബിൽഡിംഗ്. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു സംഭവങ്ങളൊക്കെ. സോ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയി റിസപ്ഷനിസ്റ്റിനോട് സംസാരിച്ചു. പുള്ളിക്കാരി പറഞ്ഞു, നിങ്ങൾ വന്നിരിക്കുന്നത് റൈറ്റ് പ്ലേസിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ടൂറൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്ന്. ഞാൻ പറഞ്ഞു, ടൂറിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വരുവാണെങ്കിൽ എങ്ങോട്ടേക്കാണ് വരണ്ടേന്ന് അറിയാത്തതുകൊണ്ട് വന്നതാന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല ചിരിച്ച മുഖം, നല്ലൊരമ്മച്ചി. സോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ 2 ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. സോ ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.